ഹായ്, ഇൻവെസ്റ്റിംഗ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിലൊക്കെ. അവരുടെയൊക്കെ പോർട്ട്ഫോളിയോ ഭയങ്കരമായിട്ട് നെഗറ്റീവിലായിരിക്കും. 1, 2, 5 വർഷങ്ങളൊക്കെ ആയിട്ട് അവർ ഈ നെഗറ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവരുടെ പോർട്ട്ഫോളിയോയിൽ കുറേ അധികം സ്റ്റോക്കുകൾ ഉണ്ടാവാം. ഈ സ്റ്റോക്കുകളൊക്കെ ഈ റെഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. എന്തുകൊണ്ടാണ് അവർ ആ സ്റ്റോക്കുകളൊന്നും വിൽക്കാതെ ഇപ്പോഴും അത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? അവർ വിചാരിക്കുന്നത് നാളെ ഒരു ദിവസം ഇതെല്ലാം തിരിച്ച് കയറി വരും. അങ്ങനെ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നഷ്ടം സംഭവിക്കില്ല. കാരണം ഓൾറെഡി അവരുടെ പോർട്ട്ഫോളിയോ റെഡിലാണുള്ളത്. റെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20-30% ടോട്ടൽ പോർട്ട്ഫോളിയോ ഡൗൺ ആയിരിക്കും ഈ സ്റ്റോക്കുകൾ കാരണം. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ തിരിച്ച് വരും. അങ്ങനെ തിരിച്ച് വന്നു കഴിയുമ്പോൾ ഞാൻ ഈ സ്റ്റോക്കുകളൊക്കെ വിൽക്കും എന്നുള്ള രീതിയിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ നേരിട്ട് കണ്ട കുറേ ആൾക്കാർ ഈ രീതിയിലുണ്ട് കേട്ടോ. 1, 2 ഒന്നുമല്ല, ഞാൻ പരിചയപ്പെടുന്ന കുറേ ആൾക്കാർ ഈ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ടൊന്ന് ചെയ്യാൻ തന്നെ വിചാരിക്കാൻ കാരണം അങ്ങനെയുള്ള ആൾക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ ആ ഒരു സമയം കംപ്ലീറ്റ് അവർ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഈ പൈസ എടുത്തിട്ട് ബാങ്കിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ റിട്ടേൺസ് കിട്ടും. ഇതിപ്പം സ്റ്റോക്ക് മാർക്കറ്റിലെ വോളറ്റിലിറ്റി ഒക്കെ സഹിച്ചിട്ട് ഇവിടെ ഇടേണ്ട വല്ല കാര്യമുണ്ടോ? രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓരോ വർഷം കഴിയും തോറും എന്തായാലും എന്തുണ്ടാവും, ആ മൂല്യച്യുതി എന്തായാലും സംഭവിക്കും. കുറച്ച് കാലം മുന്നത്തെ കാര്യം തന്നെ നമ്മൾ എടുത്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് 10 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും ഇപ്പം നമുക്ക് 10 രൂപയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റില്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു 15-20 രൂപ കൊടുത്താൽ മാത്രമേ ആ സെയിം സാധനം നമുക്ക് കിട്ടുള്ളൂ. നിങ്ങളൊരു 5 വർഷം മുന്നേ കുറച്ച് പൈസ കൊടുത്തിട്ട് ഒരു സ്റ്റോക്ക് എടുത്തു. ആ സ്റ്റോക്ക് 50% ഇടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ഇട്ടേക്കുന്ന പൈസ പകുതിയായിട്ട് ചുരുങ്ങി അല്ലേ? പകുതിയായിട്ട് മാത്രമാണോ ചുരുങ്ങുന്നത്? അല്ല. കാരണം ഇത്രയും 5 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ 50 എന്നുള്ളത് നമ്മൾ എന്ത് കണ്ടാൽ മതി? 25 മാത്രമേ നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നീട് ഈ സ്റ്റോക്ക് 100 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവുന്നില്ല? ലാഭം അവിടെ ഉണ്ടാവുന്നില്ല. അല്ല, അതൊന്നും അല്ല ഇവിടുത്തെ കാര്യം. ഇവിടുത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഏതാണ് അല്ലേ? ഇപ്പം നമ്മുടെ ടാറ്റ മോട്ടോഴ്സ്, അല്ലെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, മാസ്ഡോക്ക് അല്ലേ? ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെയാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെയുള്ള സ്റ്റോക്കുകളുടെയൊക്കെ ഗ്രോത്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പം അത് ഡീഗ്രോത്ത് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു വാല്യൂ ഇത്ര പോലും ഉണ്ടാവില്ല. ഷെയർ പ്രൈസ് താഴോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷെയർ പ്രൈസ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്? സെയിൽസ് ഗ്രോത്ത് വേണം. സെയിൽസ് ഗ്രോത്ത് ഇല്ലാതെ നമ്മൾ ഒരു ഷെയർ ഹോൾഡ് ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് ഒരു ലാഭവും ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഓരോ സ്റ്റോക്കും ഏതൊക്കെയാണെന്ന് നോക്കണം. മിക്ക ആൾക്കാരും ചെയ്യുന്ന പരിപാടി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? ലാർജ് ക്യാപ് സ്റ്റോക്ക് അല്ലേ? TCS അല്ലെങ്കിൽ നമ്മുടെ ഇൻഫോസിസ് അല്ലേ? അതേപോലെയുള്ള വലിയ കമ്പനികൾ, മാരുതി, അങ്ങനെ വലിയ കമ്പനികൾ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. എന്താണ് ആൾക്കാർ ഇതിനു വേണ്ടി പറയുന്ന കാര്യം? ഈ സ്റ്റോക്ക് സേഫ് ആണെന്ന് പറയാൻ കാരണം ഇത് വലിയ കമ്പനിയാണ്, ഇത് ഒരു കാലത്തും പൂട്ടിപ്പോവില്ല. ആ രീതിയിലാണ് എല്ലാവരും ഇതിനെ കാണുന്നത്. അപ്പം ഇന്നിപ്പം സപ്പോസ് ഇത്രയും മാർക്കറ്റ് ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും വില കുറവിലാണ് ഞാനിത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിത് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ എന്ത് സംഭവിക്കും? നാളെ മാർക്കറ്റ് റിക്കവർ ആവുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് തിരിച്ചു കയറുന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇതേപോലെ വലിയ കമ്പനികൾ നോക്കും. ഈ കമ്പനികളാണെങ്കിൽ എന്ത് ചെയ്യില്ല? ഈ കമ്പനികളാണെങ്കിൽ കാര്യമായിട്ടുള്ള ഗ്രോത്ത് ഒന്നും ഇന്ന് കൊണ്ടുവരുന്നില്ല. ഇന്നത്തെ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ എടുക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ടാവും, അത് നല്ല രീതിയിൽ റിട്ടേൺസ് വന്നിട്ടുണ്ടാവും, അതായത് ഷെയർ പ്രൈസ് നല്ല രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ടാവും. അതിനുശേഷം കമ്പനിയുടെ ഗ്രോത്ത് കുറഞ്ഞു മീൻസ് അവർക്ക് കാര്യമായിട്ട് സെയിൽസ് ഒന്നും കിട്ടുന്നില്ല അല്ലേ? ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയാൻ പറ്റില്ല. ചീത്ത കാലങ്ങളൊക്കെ വരും അല്ല, മോശം സിറ്റുവേഷൻസ് ഒക്കെ വരും ഏതൊരു ബിസിനസ്സിലും. അങ്ങനെയുള്ള മോശം സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് എന്ത് ചെയ്യും? നിങ്ങളുടെ ആ ഒരു സ്റ്റോക്ക് പീക്ക് ചെയ്യും അല്ലേ? പീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഉണ്ടാവുക? അത് ഇടിഞ്ഞ് താഴത്തേക്ക് വരും അല്ലേ? ചിലപ്പോൾ ഉടൻ തന്നെ താഴത്തേക്ക് വരണമെന്നുണ്ടാവില്ല. കുറച്ച് കാലം ചിലപ്പോൾ സൈഡ് വേസ് പോയിട്ടായിരിക്കും താഴത്തേക്ക് വന്നിട്ടുണ്ടാവുക. നമ്മളെന്താ വിചാരിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നത് ഈ സ്റ്റോക്ക് ഇനിയും മുന്നോട്ടേക്ക് പോകും, കാരണം ഇത്രയും റിട്ടേൺസ് തന്നിട്ടുണ്ട് അല്ലേ? പാസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ പറയുക അല്ലേ? മുന്നേ ഒരു 2 വർഷം കൊണ്ട് അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് 50 രൂപ ഉള്ളത് ഇപ്പം 5000 രൂപയാണ്. ഇപ്പോൾ ടാറ്റ എലക്സിയുടെ ഒക്കെ കാര്യം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? 10000 രൂപ വരെ അത് പോയിട്ടുണ്ടായിരുന്നു. ടാറ്റ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പൂട്ടിപ്പോവില്ല, ഭയങ്കര ബ്രാൻഡായിട്ടുള്ളൊരു കമ്പനിയാണ്. ടാറ്റയുടെ ഫാൻസ് തന്നെ കുറേ പേരുണ്ട്. അപ്പം ടാറ്റ നല്ല കമ്പനി തന്നെയാണ്, അത് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ്?
ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാറ്റയുടെ എല്ലാ കമ്പനികളല്ല, ഇപ്പോൾ ടാറ്റ പവർ, ടാറ്റ എലക്സി അല്ല, അങ്ങനെ നമ്മൾ മെയിനായിട്ടുള്ള ടാറ്റ കമ്പനികളൊക്കെ തന്നെ അത് ഓൾറെഡി എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ ഗ്രോത്ത് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി അത് വളർന്ന് പന്തലിച്ച് വലിയ ഒരു വൻ മരമായിട്ട് മാറിയിരിക്കുന്ന ഒരു കമ്പനിയാണ്. അവർക്കിനി നല്ല രീതിയിൽ ഗ്രോത്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന IT കമ്പനികളും അതുപോലെ തന്നെ ഓട്ടോ സെക്ടറും ഒക്കെ ഇപ്പം ഡൗൺ ആണ്, ഭയങ്കരമായിട്ട് ഡൗൺ ആണ്. അവർക്ക് കാര്യമായിട്ട് സെയിൽസും കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല. എന്നിട്ടും നമ്മൾ ഇങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ പിക്ക് ചെയ്തിട്ട് അത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക, നമ്മൾ ഇട്ടേക്കുന്ന പൈസ അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. കാരണം നാളെ എന്തായാലും ഇത് താഴത്തേക്കാണ് പോകുക, കുറച്ച് കാലത്തേക്കെങ്കിലും അല്ലെ, മീഡിയം ടേമിലേക്ക് എന്തായാലും ഇത് താഴത്തേക്കാണ് ഇതിൻ്റെ വാല്യൂ പോകാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ ഏതാണെന്നൊക്കെ നോക്കിയിട്ട് ആ കമ്പനി നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് വല്ല അർത്ഥമുണ്ടോ, അതായത് ഭാവിയിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഒക്കെ കൊണ്ടുവരാൻ ചാൻസ് ഉള്ള, ഇപ്പോഴും കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന, നല്ല രീതിയിൽ ഗൈഡൻസ് ഒക്കെ തരുന്ന നല്ല കമ്പനിയാണ്, ഇതേപോലെ ഒരു 30-40% ഇടിഞ്ഞിട്ടുള്ളതെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അത് ഹോൾഡ് ചെയ്യാം, ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സ്കൈ ഗോൾഡ് തന്നെ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സ്കൈ ഗോൾഡ് നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട് അല്ലേ, അവരുടെ പ്രൊമോട്ടർ തന്നെ നല്ല രീതിയിൽ സെല്ലിങ് നടത്തിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, സ്കൈ ഗോൾഡൊക്കെ നല്ല രീതിയിൽ ഡിപ്പിലൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ അത് ഹോൾഡ് ചെയ്യാം, നമുക്ക് ഇനിയും വേണമെങ്കിൽ വാങ്ങുകയും ചെയ്യാം. ഇപ്പം നമ്മുടെ പോർട്ട്ഫോളിയോ ഇപ്പോൾ ഒരു 20-25% ഡൗൺ ആണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ മിക്ക സ്റ്റോക്കുകളും നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലൊക്കെ കാണിക്കുന്ന സ്റ്റോക്കുകൾ, അതായത് ഗ്രോത്ത് സ്റ്റോക്കുകളൊക്കെ ഒരു 35% കൂടുതലൊന്നും അങ്ങനെ കറക്റ്റ് ചെയ്ത് താഴെ പോകാറില്ല കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല സ്റ്റോക്കുകളൊക്കെ ഇത്രയും ഡിസ്കൗണ്ടഡ് ആയിട്ട് കിട്ടുന്ന സമയത്ത് നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ച് വെക്കാം. കാരണം അത് നാളെ എന്തായാലും പെർഫോം ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതലുള്ളത്. ഇനിയിപ്പം ഭാവിയിലോട്ട് പോകുന്ന സമയത്ത്, അതായത് അടുത്ത ക്വാർട്ടർ റിസൾട്ടൊക്കെ ചിലപ്പോൾ മോശമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം ഡിസൈഡ് ചെയ്യാം നമുക്കത് ഹോൾഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ വളർച്ച കാണിക്കുന്ന കമ്പനികൾ നമുക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം, എത്ര തന്നെ നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് ഹോൾഡ് ചെയ്യാം. അത് എന്ത് ചെയ്യണം, ആ കമ്പനി ഓരോ ക്വാർട്ടറിലും അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം, അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കണം. അവരുടെ ഗൈഡൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആണ് ചെയ്യേണ്ടത്. അല്ലാതെ ഡിസ്പ്രൂവ് ചെയ്യുന്ന കമ്പനികൾ നമ്മൾ ഒരു കാരണവശാലും ഇതേപോലെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പം നിങ്ങൾ ഒരു 2-3 വർഷം മുന്നേ 100 രൂപ കൊടുത്തിട്ട് ഒരു കമ്പനി വാങ്ങിച്ചു, ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിച്ചു. ആ കമ്പനി അതിന് ശേഷം നിങ്ങൾ എടുത്തതിന് ശേഷം ചിലപ്പം കുറച്ച് മുകളിലോട്ട് കയറിയിട്ട് അല്ലെങ്കിൽ കയറാതെ തന്നെ താഴത്തേക്ക് ഇടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണെന്ന് വിചാരിച്ചോ, ആ കമ്പനി ഒട്ടും ഗ്രോത്തും കാര്യങ്ങളും കൊണ്ടുവരുന്നില്ല. ആ കമ്പനിയുടെ ഓണർക്ക് പോലും അറിയില്ല ഈ കമ്പനി നാളെ സക്സസ് ആവോ, ഈ കമ്പനി നാളെ ഗ്രോത്ത് കൊണ്ടുവരുമോ എന്നുള്ള കാര്യം പ്രൊമോട്ടറിന് പോലും അറിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇങ്ങനത്തെ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യേണ്ട കാര്യം. ഇപ്പം നമ്മൾ കോൺ കോളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് തന്നെ വന്നിട്ട് പറയാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല ഇനി എന്താണ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഉണ്ടാവുക, ഇപ്പം ഭയങ്കര കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു സെക്ടറിൽ ഫുൾ ഹെഡ്വിൻസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ നേരിട്ട് വന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നാളെ ഈ ഒരു കമ്പനി നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പോലും ഉറപ്പില്ലാതെ നമ്മളെങ്ങനെയാണ് നമ്മളെ പൈസ ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ ഇത്രയും കാലം വെച്ചിരിക്കാൻ പറ്റുന്നത് അല്ലേ? അത് ശരിക്കും പറഞ്ഞിട്ട് മണ്ടത്തരമല്ലേ? നമ്മൾക്ക് ആ സമയം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ സ്റ്റോക്ക് എടുത്ത് അങ്ങ് വിൽക്കുക അല്ലേ? 100 രൂപയ്ക്കായിരുന്നു പണ്ട് നമ്മൾ വാങ്ങിച്ചത്, ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് 50 രൂപയ്ക്ക് വിറ്റ് കളയുന്നു, വിറ്റ് ഒഴിവാക്കുന്നു. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഇപ്പം നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളിലോട്ട് ഈ ഒരു ഫണ്ട് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുതിയ സ്റ്റോക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇപ്പം നഷ്ടപ്പെട്ട പൈസേനേക്കാൾ കൂടുതൽ പൈസ പുതിയ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും അല്ലേ? നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്, ആ 50 രൂപ അവിടെ തിരിഞ്ഞ് നോക്കാതെ ഇട്ടിട്ട് അത് കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പം ഒരു 30-20 അങ്ങനെ താഴത്തേക്ക് പോകാനുള്ള ചാൻസ് അല്ലേ കൂടുതലുള്ളത്? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഈ 50 ആയിട്ട് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ ചെറിയൊരു ഏറ്റക്കുറച്ച് ചിലപ്പോൾ അത് ഒരു 60-ലോട്ട് പോകും, വീണ്ടും അത് 40-ലോട്ട് വരും. ആ രീതിയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. നമുക്ക് കാര്യമായിട്ടുള്ള വെൽത്തൊന്നും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കാനും പറ്റില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഫുള്ള് ഇതിലിങ്ങനെ കിടക്കുകയും ചെയ്യും. 40-50% നഷ്ടത്തിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റോക്കുകളൊക്കെ ധൈര്യമായിട്ട് തന്നെ വിൽക്കാം. വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് കിട്ടുന്ന പൈസ എത്രയാണോ അത് വാങ്ങിച്ച് നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ആവുക. എന്നതിന് ശേഷം നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങളെടുത്തേക്കുന്ന നല്ല സ്റ്റോക്കുകളാണെങ്കിൽ, നിങ്ങളെടുക്കുന്ന സ്റ്റോക്കുകൾ നല്ലതാണെങ്കിൽ എന്തുണ്ടാവും, തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ള ആ ക്യാപിറ്റലിനേക്കാളും എത്രയോ ഇരട്ടി അല്ലെ, എത്രയോ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്യാപിറ്റലിനെ തന്നെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല ഇതേപോലെ കുറേ കാലം ഞാൻ നെഗറ്റീവായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും. അങ്ങനത്തെ പിന്നെ ഒരു ടെൻഷനോ സങ്കടമോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല.
ഉണ്ടാവില്ല നിങ്ങൾ ഇപ്പം കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ കറക്റ്റ് ടൈമിൽ തന്നെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു റിഗ്രറ്റ് തോന്നില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം നിങ്ങൾ കറക്റ്റായിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ, നഷ്ടം ഉണ്ടാവില്ല. 1-2 സ്റ്റോക്കൊക്കെ ചിലപ്പം നഷ്ടം വരാം, അത് നമുക്കറിയാലോ. ബിസിനസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അങ്ങനെ നഷ്ടം വരുന്ന സ്റ്റോക്കുകൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പം തന്നെ ചവിട്ടി വെളിയിൽ കളയും. അപ്പോൾ പിന്നെ നമുക്ക് നഷ്ടം വരില്ലല്ലോ. നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുകളെല്ലാം എപ്പോഴും എങ്ങനത്തതായിരിക്കും, നല്ല രീതിയിൽ സെയിൽസ് ഗ്രോത്തും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഗ്രോത്തും ഒക്കെ കൊണ്ടുവരുന്ന നല്ല നല്ല കമ്പനികൾ മാത്രമേ നമ്മൾ വെക്കുള്ളൂ. അത് നമ്മൾ സമയാസമയം പരിഷ്കരിച്ച് മോശമായി പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി അല്ലെങ്കിൽ ഭാവിയിൽ ഇതിൻ്റെ പെർഫോമൻസ് കുറയുമെന്ന് നമ്മൾ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അപ്പം തന്നെ എടുത്ത് ഒഴിവാക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ ഗുണം, നമ്മുടെ കയ്യിൽ എപ്പോഴും നല്ല കമ്പനികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നല്ല കമ്പനികൾ മാത്രമേ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് തരുള്ളൂ. അങ്ങനെ നല്ല പൈസ ഒക്കെ നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിതൊന്നും ഓർക്കില്ല, ഈ മോശമായിട്ട് ഇത്രയും കാലം കടന്നു എന്നോ ഇത്രയും നഷ്ടമൊക്കെ എനിക്ക് പണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടി ആയിരിക്കും ഓർക്കുക. ഇപ്പം നമ്മളിങ്ങനെ വിഷമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എന്തിനാണ് നമ്മളിങ്ങനെ വിഷമം സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ, ആ ഓപ്പർച്യൂണിറ്റീസിലോട്ട് നമുക്ക് മെല്ലെ മൂവ് ചെയ്യാം. നമ്മുടെ ഫണ്ടുകളൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അർത്ഥമുള്ളൂ. പല ആൾക്കാരും പല കാര്യങ്ങളും പറയും അല്ലെ, ഇവർ പറയുന്ന എല്ലാ സ്റ്റോക്കുകളും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നു മാത്രം നിങ്ങൾ എടുത്താൽ മതി അല്ലേ. നാളെ എന്തായാലും നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്റ്റോക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാതെ എല്ലാ സ്റ്റോക്കുകളിലും കയറിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, വലിയ വലിയ കമ്പനികളൊന്നും എടുക്കാതെ സ്മോൾ ക്യാപ്പിലോട്ട് കൂടുതൽ ഫോക്കസ് നിങ്ങൾ കൊണ്ടുവരിക. കാരണം അത് ചെറിയ ചെറിയ കമ്പനികളാണ്, അവർക്ക് ഇനിയും വളർച്ചാ സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ നോക്കി ചൂസ് ചെയ്യുക, അല്ലാതെ വലിയ വലിയ കമ്പനികൾ നോക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള റിസൾട്ട് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. നമുക്ക് ആ ഒരു എന്താ പറയുക, ഊർജ്ജസ്വലമായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഒരു വെൽത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം എന്താണ്, നിങ്ങളുടെ കയ്യിൽ ഇതേപോലുള്ള കുറേ എന്താ പറയുക 10, 20, 30% ഒക്കെ ഡൗൺ ആയിട്ടിരിക്കുന്ന കുറേ കാലമായിട്ട് അനങ്ങാപാറയായിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന കുറേ സ്റ്റോക്കുകൾ ഉണ്ടാവും അല്ലേ. അവരുടെ പെർഫോമൻസ് ആണെങ്കിൽ വട്ടപൂജ്യം അല്ലേ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഡീഗ്രോത്ത് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികൾ, അത് എന്തായാലും നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. അത് നാളെ പെർഫോം ചെയ്യില്ല എന്ന് ഞാൻ പറയില്ല, ചിലപ്പം നാളെ പെർഫോം ചെയ്തേക്കാം, പക്ഷെ അത് ചാൻസ് കുറവാണ്. അല്ലെങ്കിൽ ഇപ്പം ആ ഒരു പ്രൊമോട്ടേഴ്സിന് പോലും ഉറപ്പില്ല നാളെ അത് പെർഫോം ചെയ്യുമോ എന്നുള്ളത്. അങ്ങനെയുള്ള കമ്പനികൾ എന്തിനാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ട കാര്യം. ചിലപ്പോൾ നിങ്ങൾ കുറേ അധികം സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, ആ സ്റ്റോക്കിൽ ഏതെങ്കിലും 1-2 ഒക്കെ ചിലപ്പോൾ നല്ല രീതിയിൽ റിട്ടേൺസ് ഭാവിയിൽ തന്നേക്കാം അല്ലെ. വലിയ വലിയ കമ്പനികളാണെങ്കിലും ചിലപ്പം അവർ ചെറിയ രീതിയിലുള്ള ഗ്രോത്ത് ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ പ്രൈസ് ചിലപ്പോൾ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചെറിയൊരു റിട്ടേൺസ് ആ സ്റ്റോക്കിൽ കിട്ടുന്നുണ്ടാവാം എപ്പോഴെങ്കിലും. പക്ഷെ അതിനെ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ നല്ല സമയം കളയാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.